Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ 3ds Maxലേക്ക് യൂസ് ചെയ്യാവുന്ന ക്വിക്ക് അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് എന്ന ഒരു മസ്റ്റ് ഹാവ് ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ 3D ഒബ്ജക്റ്റുകൾ, സ്പ്ലൈൻസ്, ഷേപ്സ് തുടങ്ങിയ യൂസ് ചെയ്തുകൊണ്ട് 3D മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റുകളെ മാനേജ് ചെയ്യുന്നതിനും 3D മോഡലിംഗ് എന്ന പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്ത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനുമായി ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകൾ മാനുവലായി അറ്റാച്ച് ചെയ്യുന്നതും ഡിറ്റാച്ച് ചെയ്യുന്നതും ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയ ഒരു കാര്യമാണ്. ക്വിക്ക് അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് എന്ന ഈ ടൂൾ യൂസ് ചെയ്ത് 1000 ഒബ്ജക്റ്റുകളിൽ താഴെ ഒരു സെക്കൻഡിൽ അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് 3D മോഡലിംഗ് വർക്ക് ഫ്ലോ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ ടൈം സേവ് ചെയ്യാമെന്നും ഈ ഫ്രീ ടൂൾ 3ds Maxലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഈ ഒരു ടൂളിലെ ക്വിക്ക് അറ്റാച്ച് എന്ന ഫീച്ചറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വളരെ ബേസിക് ആയ 3D ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മോഡലാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒബ്ജക്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു സിംഗിൾ ക്ലിക്കിൽ ഇതിനെ അറ്റാച്ച് ചെയ്ത് ഈ ഒബ്ജക്റ്റുകളെ മാനേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒബ്ജക്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ക്വിക്ക് അറ്റാച്ച് എന്ന ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റുകൾ ഒറ്റ സെക്കൻഡിൽ അറ്റാച്ചായി എഡിറ്റബിൾ പോളി ഫോർമാറ്റിലായിരിക്കുകയാണ്. അടുത്തതായി ഇതുപോലെ കുറേ സർക്കിളുകൾ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ സർക്കിളുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ക്വിക്ക് അറ്റാച്ച് എന്ന ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ടൂളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സർക്കിളുകളെല്ലാം അറ്റാച്ചായി ഇവിടെ എഡിറ്റബിൾ സ്പ്ലൈൻ ഫോർമാറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിലൂടെ മൾട്ടിപ്പിൾ ഷേപ്പുകളെ ഒരു സിംഗിൾ ക്ലിക്കിൽ അറ്റാച്ച് ചെയ്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കി മാറ്റുവാൻ ക്വിക്ക് അറ്റാച്ച് എന്ന ഈ ഒരു ഫീച്ചറിലൂടെ സാധിക്കുന്നതാണ്. അടുത്തതായി ഈ ടൂളിലെ ക്വിക്ക് ഡിറ്റാച്ച് എന്ന ഫീച്ചറാണ് ചെക്ക് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ എലമെന്റ്സ് അടങ്ങിയ ഒരു 3D മോഡലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ എലമെന്റ്സിനെ ഒറ്റ ക്ലിക്കിൽ ഇതിനെ ഡിറ്റാച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ക്വിക്ക് ഡിറ്റാച്ചിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഐക്കണിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റുകൾ എലമെന്റ് അനുസരിച്ച് ഡിറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. 3D മോഡലുകളിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുമ്പോൾ സ്പെസിഫൈ ഏരിയാസിനെ ഐസൊലേറ്റ് ചെയ്യാനായി നമ്മൾ ഡിറ്റാച്ച് ചെയ്യാറുണ്ട്. മാനുവലായി ഡിറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ അതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. ക്വിക്ക് അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് വളരെ ഈസിയായി ഒരു സിംഗിൾ ക്ലിക്കിൽ ഈ ഒബ്ജക്റ്റുകളെല്ലാം നമ്മൾ ഇതുപോലെ ഡിറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മോഡലുകളെ മാനേജ് ചെയ്ത് വീണ്ടും പഴയ പോലെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് ക്വിക്ക് അറ്റാച്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒറ്റ ക്ലിക്കിൽ വീണ്ടും നമ്മൾ ഈ മോഡലുകളെ അറ്റാച്ച് ചെയ്തതായി ഇവിടെ കാണാവുന്നതാണ്. വലിയ സീനുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിലെ ഒബ്ജക്റ്റുകളെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വിക്കായി അറ്റാച്ച് ചെയ്യുന്നതിനും ഡിറ്റാച്ച് ചെയ്യുന്നതിനായി ക്വിക്ക് അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അറ്റാച്ച്, ഡിറ്റാച്ച് തുടങ്ങിയ ഈ നോർമൽ പ്രൊസീജിയറുകൾ ഒറ്റ ക്ലിക്കിൽ സിംപ്ലിഫൈ ചെയ്യുന്നതിലൂടെ ഒരുപാട് ടൈം സേവ് ചെയ്യാനും ഇതിലൂടെ നമ്മുടെ പ്രൊജക്റ്റുകളിൽ ക്രിയേറ്റിവിറ്റിക്കായി കൂടുതൽ ടൈം കണ്ടെത്താവുന്നതുമാണ്. ഇതൊരു ഫ്രീ ടൂളാണ്. ഇതിൻ്റെ ലിങ്ക് എച്ച് മീഡിയയുടെ വാട്സപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത MCR ഫയലാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സെലക്ട് ചെയ്ത് 3ds Maxന്റെ വ്യൂ പോർട്ടിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ ഒരു ടൂളിനെ ഒരു ഐക്കണായി 3ds Maxന്റെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. D95 ഡിസൈൻ എന്ന ഈ ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ആക്ഷനിൽ ക്വിക്ക് അറ്റാച്ച്, ഡിറ്റാച്ച് എന്ന ഈ ടൂളുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതുപോലെ ഒരു പേര് സെറ്റ് ചെയ്ത്
ഞാനിതിൽ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മളൊരു ടൂൾ ബാർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ടൂൾ ബാറിലേക്ക് ക്വിക്ക് അറ്റാച്ച്, ക്വിക്ക് ഡിറ്റാച്ച് തുടങ്ങിയ ഈ ടൂളുകൾ ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഡ്രോപ്പ് ചെയ്യാം. ഇനി ഈ ടൂൾ ബാറിനെ നമ്മളുടെ 3ds Maxന്റെ മെയിൻ ടൂൾ ബാറിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു മാക്രോ ടൂളിനെ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ 3D മോഡലിംഗ് പ്രൊജക്റ്റുകളിൽ വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്ത് ടൈം സേവ് ചെയ്യുന്നതിനുമായി ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.